നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചോൾ. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ റബ്ബർ മേഖലയിൽ ആകെ ഉണർവ് കിട്ടിയിരിക്കുന്ന ഒരു സംഭവമാണ്. ഇപ്പോൾ ഈ ദിവസങ്ങളിൽ റബ്ബറിൻ്റെ താങ്ങുവില 180 എന്നുള്ളത് 200ലേക്ക് വെച്ചേക്കുവാണ്. റബ്ബറിൻ്റെ താങ്ങുവില 200 രൂപയായി സർക്കാർ പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിക്കുകയുണ്ടായി. റബ്ബർ കർഷകർക്ക് ഒരു പ്രോത്സാഹനം കൂടിയാണ്. റബ്ബർ ഉൽപ്പാദനം വർദ്ധിച്ചാൽ കർഷകർക്കും സർക്കാരിനും ഗുണമാണ്. കാരണം അത് കടകളിൽ കൊണ്ടുകൊടുക്കുമ്പോൾ കടക്കാർ GST ഇനത്തിൽ സർക്കാരിൻ്റെ ഖജനാവിലേക്ക് കോടിക്കണക്കിന് രൂപയാണ് എത്തുന്നത്. താങ്ങുവില കിട്ടണമെങ്കിൽ റബ്ബർ കർഷകർ ഷീറ്റ് ഉൽപ്പാദിപ്പിച്ച് കടകളിൽ കൊണ്ടുകൊടുക്കുമ്പോൾ കറക്റ്റായിട്ടുള്ള റെസിപ്റ്റ് വാങ്ങിച്ച് വെക്കണം. ബോർഡ് അംഗീകരിച്ച കടകളിൽ മാത്രം കൊടുത്ത് റെസിപ്റ്റ് വാങ്ങിക്കുക. കാര്യം റബ്ബർ ബോർഡിൻ്റെ ലൈസൻസുള്ള കടകളുണ്ട്. ആ ലൈസൻസിൻ്റെ നമ്പർ ഉൾപ്പെടെയുള്ള റെസിപ്റ്റിൽ ആയിരിക്കണം കൊടുക്കേണ്ടത്. വെറുതെ റെസിപ്റ്റ് കൊടുത്താൽ താങ്ങുവില കിട്ടത്തില്ല. അതിനനുസരിച്ച് റബ്ബർ കർഷകരുടെ പാസ്ബുക്കും മറ്റ് ഡീറ്റെയിലും ആധാർ ഡീറ്റെയിലും എല്ലാം കൊടുക്കേണ്ടിടത്ത് കൊടുക്കണം. എന്നാൽ സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന ടാപ്പിംഗ് കൂലികൾ കർഷകർക്ക് ഇരുട്ടടിയായിരിക്കുകയാണ്. കാര്യം വളവും മറ്റും കാടും വെട്ടി വരുമ്പോഴത്തേക്ക് കർഷകർക്ക് യഥാർത്ഥത്തിൽ ലാഭമില്ല, നഷ്ടമില്ലാത്ത കണക്കുകളാണ് പോകുന്നത്. പ്രതികൂല കാലാവസ്ഥ റബ്ബർ കർഷകർക്ക് ഇരുട്ടടി തന്നെയാണ്. കർഷകർ സംഘടന പറയുന്നത് താങ്ങുവില കുറഞ്ഞത് 250 ആക്കി കൊടുക്കണമെന്ന റബ്ബർ കർഷക കൂട്ടായ്മയുടെ അഭിപ്രായങ്ങൾ. റബ്ബർ ടാപ്പിംഗ് വലിയ കുറവാണ്. മഴ കാരണം ഇത്തവണ റബ്ബർ ഉൽപ്പാദനത്തിൽ വൻ കുറവുണ്ടായിട്ടുണ്ട്. ഒരു വർഷം സാധാരണ 100 ടാപ്പിംഗ് എങ്കിലും ലഭിക്കണം, എന്നെങ്കിലും മാത്രമേ കർഷകർക്ക് യഥാർത്ഥ പ്രയോജനം കിട്ടൂ. ഇത്തവണ അതായത് 50 മുതൽ 60 ടാപ്പിംഗ് മാത്രമേ യഥാർത്ഥത്തിൽ കിട്ടാൻ സാധ്യതയുള്ളൂ. ഇനി ഡിസംബർ ജനുവരി വരെ ഒരു വർഷം ഒരു മരത്തിൽ നിന്ന് 10 കിലോ റബ്ബർ ലഭിക്കും. ഇത്തവണ 4 കിലോ അതിലധികം കുറയും. ഒരു മരത്തിന് ഒരു വർഷം ശരാശരി 400 രൂപ ചിലവാകും. ആ മരത്തിൽ നിന്ന് 5 മുതൽ 6 കിലോ വരെ റബ്ബർ ലഭിച്ചാൽ മാത്രമേ റബ്ബർ കൃഷി ലാഭകരമാവുകയുള്ളൂ എന്നാണ് പലരും പറയുന്നത്. അതിനു പുറമെ ഒട്ടുപാലകം എല്ലാം കൂടെ കൂട്ടി നോക്കുമ്പോഴും കർഷകർക്ക് ലാഭവും നഷ്ടവുമില്ലാതെ നടന്നു പോകുന്നു. ഈ വെട്ട് അവസാനിക്കാറാണ്. ഏകദേശം ഡിസംബർ അവസാനത്തോടുകൂടി മിക്കവരും ചേട്ടയെല്ലാം കമത്തി വെട്ട് അവസാനിപ്പിക്കും. മറ്റു ചിലരാകട്ടെ മാക്സിമം പോയാൽ 31 വരെയാണ്. റബ്ബർ ബോർഡ് പറയുന്നത് പാലുണ്ടെങ്കിൽ ഏത് സമയം ഏത് കാലാവസ്ഥയിലും വെട്ടാമെന്നാണ് റബ്ബർ ബോർഡ് പറയുന്നത്. കാലാവസ്ഥ വ്യതിയാനങ്ങൾ മൂലം കഴിഞ്ഞ വർഷം 5 ടൺ എത്തിയെടുത്ത് ഇപ്പോൾ 500 കിലോഗ്രാം മാത്രമേ എത്തുന്നുള്ളൂ. കർഷകർക്ക് മഴ കാരണം ടാപ്പ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണ്. അതുകൊണ്ട് ഉൽപ്പാദനം തീരെ കുറഞ്ഞു. റബ്ബറിന് വിലയും കുറവാണ്. ഇപ്പോൾ വിപണികളിൽ റബ്ബറിൻ്റെ വില കൂടുന്നത് 170 മുതൽ 190 വരെയൊക്കെയാണ്. ഒട്ടുപാലാകുമ്പോൾ 110 വരെയൊക്കെ കിട്ടുന്നുള്ളൂ. തെറ്റിയ കാലാവസ്ഥ മൂലം കവറിട്ട മരങ്ങൾ പോലും ശരിയായി ടാപ്പ് ചെയ്യാൻ റബ്ബർ കർഷകർക്ക് ആയില്ല. വേളകളില്ലാതെ മഴ പെയ്യുന്ന സാഹചര്യത്തിൽ മരങ്ങളുടെ ഇല പൊഴിച്ചിലും ടാപ്പിങ്ങിന് ഏറെ ദോഷകരമായി സംഭവിച്ചു. മിക്ക മരങ്ങളും പട്ടമരപ്പിനും കാരണമായി. അങ്ങനെ ഉൽപ്പാദനവും കുറഞ്ഞു. അതേ റബ്ബർ കർഷകരെ വലിക്കുന്നത് കാട്. ടാപ്പിംഗ് നടന്നു പോകുന്ന സ്ഥലത്ത് പോച്ച വൃത്തിയാക്കാൻ വർഷത്തിൽ 2 തവണയെങ്കിലും ബ്രഷ് കട്ട് ചെയ്തെങ്കിൽ മാത്രമേ. അതിന് തന്നെ ഒരു ഏക്കറിന് 10,000 രൂപ. കൂടാതെ 2 തവണ വളം ചേർക്കണം. അതിന് ഇത്രയും ആശ്വാസമായി താങ്ങുവില 200 വർദ്ധിപ്പിച്ചിൽ റബ്ബർ കർഷകർക്ക് ആശ്വാസമായി. ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. ഇത്രയും സമയം ക്ഷമയോടെ കേട്ടിരുന്ന് വളരെയധികം നന്ദി. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക്, ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം മറക്കണ്ടേ. വീണ്ടും കാണാൻ മറ്റൊരു വീഡിയോ ആയി.